ഏറ്റുമാനൂരിൽ ലോട്ടറി വിൽപ്പനക്കാരിയായ സ്ത്രീയെ കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകളുമായി കടന്നു കളഞ്ഞ യുവാവിനെ ഏറ്റുമാനൂർ പോലീസ് പിടികൂടി. ഇടുക്കി കുട്ടിവാലിൽ വീട്ടിൽ നവാസിനെയാണ് എറണാകുളം കരൂരിൽ നിന്നും ഏറ്റുമാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഏറ്റുമാനൂരിലും പരിസര പ്രദേശങ്ങളിലും ലോട്ടറി വിൽപ്പന നടത്തി വന്നിരുന്ന കോതനല്ലൂർ സ്വദേശിനി രാജിയെ കബളിപ്പിച്ചാണ് നവാസ് 120 ടിക്കറ്റുകളുമായി കടന്നു കളഞ്ഞത്. 10 ദിവസം മുമ്പ് ഏറ്റുമാനൂർ പാലാ റോഡിൽ പേരൂർ ജംഗ്ഷൻ സമീപത്ത് വെച്ചാണ് തട്ടിപ്പ് നടന്നത്. ലോട്ടറി വാങ്ങി പരിശോധിച്ച ശേഷം പണവുമായി എത്തി ടിക്കറ്റ് എടുത്തുകൊള്ളാമെന്ന് വിശ്വസിപ്പിച്ച് നവാസിന്റെ കൈവശമുണ്ടായിരുന്ന പഴയ ടിക്കറ്റുകൾ നൽകുകയായിരുന്നു. ഇതിനുശേഷം ഇയാൾ എവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇയാൾ തട്ടിയെടുത്ത ലോട്ടറി ടിക്കറ്റുകളിൽ 12 ലോട്ടറി ടിക്കറ്റുകൾക്ക് 500 രൂപ വീതം 12,000 രൂപ സമ്മാനം ലഭിച്ചിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ ലോട്ടറി വിൽപ്പനക്കാരിയായ രാജി ഏറ്റുമാനൂർ പോലീസ് പരാതി നൽകിയിരുന്നു. പ്രദേശത്തെ CCTVയിൽ നിന്നും മോഷ്ടാവിന്റെ ചിത്രം ലഭിക്കുകയും രാജി ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു. എറണാകുളം കരൂരിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. 2024 തൃശൂർ ടൗൺ ഈസ്റ്റ്, തൊടുപുഴ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സമാന കേസുകളിലും നവാസ് പ്രതിയാണ്. ലോട്ടറി കച്ചവടം നടത്തുന്ന നിരാലംബരായ വയോജനങ്ങളെ കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുക്കുന്ന രീതിയാണ് നവാസിനുള്ളതെന്ന് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ SI അഖിൽ ദേവ് പറഞ്ഞു. ഇത്തരത്തിൽ ലഭിക്കുന്ന ലോട്ടറി ടിക്കറ്റുകൾ ഇയാൾ വിൽപ്പന നടത്തുകയാണ് പതിവ്. SI അഖിൽ ദേവ്, ASI വിനോദ് VK, SCPO സുനിൽ കുര്യൻ, CPM അനീഷ് VK, സനൂപ്, അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.